വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം മിഥുല മിസ് ആണ്. സോ നമ്മുടെ ക്രിസ്മസ് എക്സാം തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. എക്സാമിന്റെ ഡേറ്റ് വന്നതൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ടൈം ടേബിൾ ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇനി ഒരു മാസം തികച്ച് നമ്മുടെ മുൻപിലില്ല. അപ്പോ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നമ്മുടെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ വൈദ്യുത രസതന്ത്രം പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അവിടെ ഒരുപാട് പുതിയ കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഗാൽവനിക് സെൽ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗാൽവനിക് സെല്ലിനെ പറ്റി അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ എന്താണ് ഒരു ഗാൽവനിക് സെല്ല്? ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, അവിടെ കുറച്ച് എനർജി ഉണ്ടാവും. ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ ഗാൽവനിക് സെല്ലുകൾ. സോ chemical energy is converted to electrical energy during galvanic cell. In a galvanic cell, രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ആൾക്കാരാണ് ഗാൽവനിക് സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കണം. അതായത് നിങ്ങൾക്ക് ആനോഡും കാഥോഡും അറിയാം അല്ലെ, ഇലക്ട്രോഡുകളാണ്. സോ ഗാൽവനിക് സെൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആനോഡ് വേണം, കാഥോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം, സോൾട്ട് ബ്രിഡ്ജ് വേണം, വോൾട്ട് മീറ്റർ വേണം. ഇത്രയും സാധനങ്ങൾ വേണം. അപ്പൊ ആരെയാണ് നമ്മൾ ആനോഡായിട്ട് ചൂസ് ചെയ്യുക, ആരെയാണ് കാഥോഡായിട്ട് ചൂസ് ചെയ്യുക? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. 2 മെറ്റൽസ് നിങ്ങളുടെ കയ്യിൽ തന്നു. നമുക്ക് ഡാനിയൽ സെല്ലിന്റെ എക്സാമ്പിൾ നോക്കാം. ഗാൽവനിക് സെല്ലിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ സിങ്ക് ആൻഡ് കോപ്പർ, ഈ 2 മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗാൽവനിക് സെല്ലാണ് ഡാനിയൽ സെൽ. അപ്പൊ ഇതില് 2 മെറ്റൽസ് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ 2 മെറ്റൽസ് ആണ് തരിക. അപ്പൊ ഇതില് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആയിരിക്കണം നമ്മുടെ ആനോഡ്, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ആയിരിക്കണം നമ്മുടെ കാഥോഡ്. അപ്പൊ ഇതിലെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആരാണ്? സിങ്കും കോപ്പറും എടുത്താൽ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് സിങ്കിനാണ് മക്കളെ. അപ്പോ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം, ക്രിയാശീല ശ്രേണി പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് ആയിരിക്കും നമ്മുടെ ആനോഡ്, റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പർ ആണ് നമ്മുടെ കാഥോഡ്. ഇനി നിങ്ങൾ ഓർക്കുക, ഒരു ഗാൽവനിക് സെല്ലില് ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജും ആയിരിക്കും. ഇത് ഗാൽവനിക് സെല്ലിന്റെ കേസാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും, ജനറൽ ആയിട്ട് പഠിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഗാൽവനിക് സെൽ, ഗാൽവനിക് സെല്ലിൽ മാത്രം പറയുന്നത് ശ്രദ്ധിക്കണേ, ഗാൽവനിക് സെല്ലിൽ മാത്രം ആനോഡിന് നെഗറ്റീവ് ചാർജ് ആണ്, കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആണ്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് ആനോഡ്, കുറഞ്ഞ ആളാണ് കാഥോഡ്. അപ്പൊ ഇവിടെ സിങ്ക് ആണ് ആനോഡ്, കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ആയിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞു തരാം, മറ്റൊന്നല്ല, സിമ്പിൾ കോഡാണ് കേട്ടോ. ആൻ ഓക്സും റെഡ് കാറ്റും. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള കോഡാന്നറിയോ? ഓക്സിഡേഷനും റിഡക്ഷനും. അതായത് ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, കാഥോഡിൽ എപ്പോഴും നടക്കുന്നത് റിഡക്ഷൻ ആണ്. ആൻ ഓക്സ് എന്ന് പറഞ്ഞാൽ ആനോഡിൽ റിഡക്ഷൻ നടക്കുന്നു, റെഡ് കാറ്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ സംഭവിക്കുന്നത് കാഥോഡിലാണ്. അപ്പൊ ആനോഡിൽ എപ്പോഴും സംഭവിക്കുന്നത് ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് കേട്ടോ. ഓക്സീകരണം, നിരോക്സീകരണം ഇതെല്ലായിടത്തും ഒരുപോലെയാണ്, ഇതിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ എന്തായിരുന്നു ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ് ആണ് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു, വാങ്ങുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുക എന്ന് നോക്കാം മക്കളെ. നമ്മുടെ സിങ്ക് ആണ് ആനോഡ് അല്ലെ. അപ്പൊ ആനോഡിലെ റിയാക്ഷൻ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. അവിടെ സിങ്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ സിങ്ക് എന്താ ചെയ്യാന്നറിയോ? സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, കാൽഷ്യം ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ, അയൺ, ഇവരൊക്കെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇവരൊക്കെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ജനറലി 2 ഇലക്ട്രോൺസ് ആണ് വിട്ടുകൊടുക്കുന്നത്. ഇനി അതേപോലെ സിൽവർ ആണെങ്കിൽ 1 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്. അത് കുറേ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ, ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്ത് ചാർജാ വരിക? ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ വാങ്ങിയാൽ നെഗറ്റീവ് ചാർജുമാണ്. ആറ്റങ്ങളുടെ കാര്യമാണ് കേട്ടോ മിസ് പറയുന്നത്. അപ്പൊ ഇവിടെ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, സിങ്കിന് പോസിറ്റീവ് ചാർജ് വരണം. എത്ര പോസിറ്റീവ് ചാർജ് ആണ് സിങ്കിന് വരേണ്ടത്? എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നോ അത്രയും പോസിറ്റീവ് ചാർജ്. സോ ഇവിടെ സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ സിങ്കിന് 2 പോസിറ്റീവ് ചാർജ് വരും.
2+ ആയിട്ട് മാറുന്നു. ഇതാണ് ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം, ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ അയോണുകളായിട്ട് മാറുന്നു. ഇനി കാഥോഡിൽ എന്താ സംഭവിക്കുക? ഇത് എന്റെ കുഞ്ഞുങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാഥോഡിൽ നടക്കുന്നത് ഏത് പ്രോസസ്സാണ്? റെഡ് കാറ്റ് അല്ലെ, റിഡക്ഷൻ, നിരോക്സീകരണം. അപ്പൊ മക്കളെ, കാഥോഡിൽ എപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കുക, കാഥോഡായിട്ട് നമ്മൾ എടുക്കുന്ന മെറ്റലിന്റെ അയോണിനാണ് റിഡക്ഷൻ സംഭവിക്കേണ്ടത്. ക്ലിയർ ആയോ? നമ്മൾ കാഥോഡിലെ റിഡക്ഷൻ എഴുതുന്ന സമയത്ത് എപ്പോഴും മെറ്റൽ ആറ്റത്തിനല്ല, മെറ്റൽ അയോണിനാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിക്കേണ്ടത്. ഇവിടെ കാഥോഡ് ആരാണ്? കോപ്പർ ആണ് അല്ലെ. കോപ്പറിന്റെ അയോൺ എന്ന് പറഞ്ഞാൽ Cu2+ അയോണുകളാണ്. Cu2+ അയോണുകൾക്കാണ് ഇവിടെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിക്കേണ്ടത് കേട്ടോ. അപ്പൊ കാഥോഡ് റിയാക്ഷൻ എടുക്കുമ്പോൾ കോപ്പർ അയോണുകളെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണുകളെ വാങ്ങുന്നു അല്ലെ, ഗെയിൻ ചെയ്യുന്ന പ്രോസസ് ആണ്. ഇവിടെ കോപ്പറിന് 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് മാറി കോപ്പർ ആറ്റമായിട്ട് മാറാനാണ് റിഡക്ഷനിൽ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ പറ, 2 പോസിറ്റീവ് ചാർജ് എങ്ങനെയാണ് കോപ്പറിന് വന്നത്? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. അപ്പൊ ആ ഇലക്ട്രോണിനെ തിരിച്ചു വാങ്ങിയാൽ അവന് പോസിറ്റീവ് ചാർജ് പോയി ആറ്റമായിട്ട് മാറാം അല്ലെ. അപ്പൊ കോപ്പർ എന്ത് ചെയ്യും? ഈ 2 പോസിറ്റീവ് ചാർജ് കളയുന്നതിന് വേണ്ടി 2 ഇലക്ട്രോണിനെ വാങ്ങി കോപ്പർ ആറ്റമായിട്ട് മാറും. ഇവിടെ എന്താ സംഭവിച്ചത്? ഗെയിൻ ആണ് അല്ലെ, ഇലക്ട്രോണിനെ വാങ്ങി. സോ റിഡക്ഷൻ നടന്നു. അപ്പൊ ഇനി നമുക്ക് മൂന്നാമതായിട്ട് സെൽ റിയാക്ഷൻ എഴുതാനുണ്ട്. സെൽ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 2 ഇലക്ട്രോൺ അത് വെട്ടിപ്പോകും. അപ്പൊ നമുക്ക് കിട്ടും Zn+ Zu2+ gives Zn2+ Zu എന്ന് വരും. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിലെ സെൽ പ്രവർത്തനം എന്ന് പറയുന്നത്. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഗാൽവനിക് സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അംശം പറഞ്ഞത്? റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടിയ മെറ്റലാണ് ആനോഡ്, കുറഞ്ഞ ആളാണ് കാഥോഡ്. ആനോഡിൽ എപ്പോഴും ഓക്സീകരണമാണ്, കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ്. ആനോഡിന് നെഗറ്റീവ് ചാർജ് ആണ്, കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആണ്. എക്സാമ്പിൾ ഡാനിയൽ സെൽ അല്ലെ. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, 2 പോസിറ്റീവ് ചാർജുള്ള സിങ്ക് അയോൺ ആയിട്ട് മാറുന്നു. 2 പോസിറ്റീവ് ചാർജുള്ള കോപ്പർ അയോണുകൾ ഇലക്ട്രോണുകളെ വാങ്ങി കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്റെ മക്കൾക്ക്? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. മെറ്റൽസും അവരുടെ മെറ്റൽ അയോൺസിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ മഗ്നീഷ്യത്തിന്റെ മെറ്റൽ അയോൺ ആണ് Mg2+ കേട്ടോ. മഗ്നീഷ്യം എപ്പോഴും 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് Mg2+ ആയിട്ട് മാറുന്നത്. സിങ്ക് ആണെങ്കിൽ അയോൺ എന്ന് പറയുന്നത് Zn2+ ആയിരിക്കും. കോപ്പർ ആണെങ്കിൽ അതേപോലെ തന്നെ കോപ്പർ Zu2+ ആയിരിക്കും. അതേപോലെ അയൺ ആണെങ്കിലും ഇവിടെ അയൺ കുറെ ഡിഫറെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പഠിക്കുന്ന സമയത്ത് എപ്പോഴും +2 തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ Fe2+ ആയിട്ട് മാറുന്നുണ്ട്. ഇനി അതേപോലെ സിൽവർ ആണെന്നുണ്ടെങ്കിൽ 1 ഇലക്ട്രോണിനെയാണ് സിൽവർ വിട്ടുകൊടുക്കുക. അപ്പൊ ഇത്രയും ആൾക്കാരൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ജനറലി ചോദിക്കുക കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതിപ്പോ ഓക്സിഡേഷൻ നടക്കുന്ന റിയാക്ഷൻ ആണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ ഓക്സിഡേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ ഓക്സീകരണമാണ്. ഇനി ഇവർക്ക് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നതെങ്കിലോ? ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങുകയാണ്, അയോൺസ് ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ Mg2+ അയോൺ 2 ഇലക്ട്രോണിനെ വാങ്ങി മഗ്നീഷ്യം ആറ്റമായിട്ട് മാറും. പിന്നെ Cu2+ അയോൺ 2 ഇലക്ട്രോണിനെ വാങ്ങി കോപ്പർ ആറ്റമാകും. Ag+ അയോൺ 1 ഇലക്ട്രോണിനെ വാങ്ങി സിൽവർ ആറ്റമായിട്ട് മാറും. Fe2+ അയോൺ 2 ഇലക്ട്രോണിനെ വാങ്ങി Fe ആറ്റമായിട്ട് മാറും. ക്ലിയർ ആയോ? ഇതുപോലെ കുറെ ട്രിക്സ് ഞങ്ങൾ അസ്ത്ര ബാച്ചിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പാർക്കിങ്ങിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എനിവേ, ഈ ഗാൽവനിക് സെല്ല് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ കൂടി പഠിക്കണം. അപ്പൊ ഗാൽവനിക് സെല്ല് വരയ്ക്കാൻ നിങ്ങളോട് ചോദിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 2 ബീക്കർ ഇവിടെ എടുത്തു വെക്കാം. ഓക്കെ, ഇനി 2 ബീക്കറിലായിട്ട് നമ്മൾ മെറ്റലുകളെ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇവിടെ സിങ്കും കോപ്പറുമാണ് അല്ലെ. അപ്പൊ ഇത് സിങ്ക് ആണെന്ന് ഇരിക്കട്ടെ, ഇത് കോപ്പർ ആണെന്ന് ഇരിക്കട്ടെ. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മളൊരു വോൾട്ട് മീറ്റർ വെക്കണം. സിങ്ക് ആണ്,
ഇവിടുത്തെ ആനോഡ് അല്ലെ, ആനോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് ആനോഡിനെയും പോസിറ്റീവ് സൈഡിലേക്ക് കാഥോഡിനെയും കണക്ട് ചെയ്യാൻ മറക്കരുത്. ഇനി മക്കളെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇലക്ട്രോലൈറ്റ് വേണം. ആരാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്? ഏത് മെറ്റൽ ആണോ എടുത്തിരിക്കേണ്ടത് അതേ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ സിങ്ക് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലെ, സിങ്കിനെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കേണ്ടത് സിങ്കിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ ആയിട്ടുള്ള ലവണ ലായനി ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റിലാണ്. ഇനി അതേപോലെ കോപ്പറിനെ നമുക്ക് സിൽവർ നൈട്രേറ്റിൽ ഇറക്കി വെക്കാൻ പറ്റുമോ? പറ്റില്ല. കോപ്പറിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. അപ്പൊ ഏത് മെറ്റലാണോ എടുക്കുന്നത് അതേ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ എടുക്കാൻ എന്റെ കുഞ്ഞുങ്ങൾ മറന്നു പോരുത്. ഇനി ഈ രണ്ട് സൊല്യൂഷൻസിനെ തമ്മിൽ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത്രയും വർഷം നമുക്ക് മാർക്ക് കിട്ടൂല. മാർക്ക് കിട്ടണമെങ്കിൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടെ വേണം, അയാളാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് കേട്ടോ. സോൾട്ട് ബ്രിഡ്ജും കൂടെ വന്നാൽ മാത്രമാണ് നമ്മുടെ ഗാൽവനിക് സെല്ല് പൂർത്തിയാവുക. ഈ രണ്ട് ഇലക്ട്രോലൈറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഗാൽവനിക് സെല്ല് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഈ ചാർജും അതേപോലെ ഇലക്ട്രോലൈറ്റ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസും ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ടുമാണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ് കറണ്ട് ഒഴുകുന്നത്, എങ്ങോട്ടാണ് ഇലക്ട്രോൺസ് പോകുന്നത്? ഒരു ഗാൽവനിക് സെല്ലില് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. ഓക്കെ, ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നത്. ഇലക്ട്രോൺസ് പോകുന്നതിന് നേരെ എതിർ ദിശയിലേക്ക്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അതായത് ഗാൽവനിക് സെല്ലിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ പ്രവാഹം, തിരിച്ച് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് വൈദ്യുത പ്രവാഹം. ഇത്രയും കാര്യങ്ങളായാൽ നമ്മുടെ ഗാൽവനിക് സെല്ല് സെറ്റായി. അപ്പൊ നമുക്കൊരു ചോദ്യം നോക്കാം. മഗ്നീഷ്യം ഇലക്ട്രോഡിനെ മഗ്നീഷ്യം സൾഫേറ്റിൽ മുക്കി വെച്ചു, നിക്കൽ ഇലക്ട്രോഡിനെ നിക്കൽ സൾഫേറ്റിൽ ഇറക്കി വെച്ചു, റിയാക്ഷൻ തന്നിട്ടുണ്ട്. നമ്മളപ്പം ഗാൽവനിക് സെല്ല് വരയ്ക്കണം. ആനോഡ് കാഥോഡ് ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ വരയ്ക്കണം. എന്തൊക്കെ ചെയ്യണം? ഇവിടെ നമ്മൾ ഗാൽവനിക് സെല്ലിനെ വരയ്ക്കണം. വരച്ചതിന് ശേഷം ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ഇലക്ട്രോൺ പ്രവാഹത്തിന്റെ ദിശ ഏതാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് വരച്ചു വെക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരയ്ക്കാം അല്ലെ. ആരൊക്കെയാണുള്ളത്? മഗ്നീഷ്യവും നിക്കലും ചേർന്നിട്ടാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കുക, മഗ്നീഷ്യത്തിന് നിക്കലിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ്, ക്രിയാശീലം കൂടുതലാണ്. അപ്പൊ ആരാ നമ്മുടെ ആനോഡ്? മഗ്നീഷ്യമാണ് നമ്മുടെ ആനോഡ്, നിക്കലായിരിക്കും നമ്മുടെ കാഥോഡ്. അപ്പൊ നമുക്ക് വരയ്ക്കാം. ഞാനൊരു ബീക്കർ എടുത്തു, ഇവിടെ ഞാൻ മഗ്നീഷ്യം വെക്കുന്നു. മഗ്നീഷ്യത്തിന്റെ ആരിലാണ് ഞാൻ ഡിപ്പ് ചെയ്യേണ്ടത്? മഗ്നീഷ്യത്തിന്റെ സോൾട്ട് സൊല്യൂഷനായ മഗ്നീഷ്യം സൾഫേറ്റിലേക്ക് തന്നെ ഇറക്കി വെക്കാം. ഇനി രണ്ടാമത്തെ ബീക്കർ വരയ്ക്കാം. ഇതിലേക്ക് നമ്മൾ നിക്കലിൽ ഇറക്കി വെക്കുന്നു. എന്നിട്ട് നിക്കൽ സൾഫൈഡ് ലൈൻ NiSO4ലേക്ക് ഇതിനെ ഞാൻ ഇറക്കി വെക്കുന്നു. ഇനി രണ്ട് സൊല്യൂഷനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ആദ്യം തന്നെ വരച്ച് വെച്ചേക്ക് കേട്ടോ, മറന്നു പോണ്ട. ഇനി നമുക്ക് വോൾട്ട് മീറ്ററിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം. വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് നമ്മൾ കാണിക്കണം. ഇതിലെ ആനോഡ് ആരാണ്? റിയാക്ടിവിറ്റി കൂടിയ മഗ്നീഷ്യമാണ് ഇവിടെ ആനോഡ് അല്ലെ. റിയാക്ടിവിറ്റി കുറഞ്ഞ നിക്കലാണ് ഇവിടുത്തെ കാഥോഡ്. അപ്പോ ആനോഡിന് നെഗറ്റീവ് ചാർജ്, കാഥോഡിന് പോസിറ്റീവ് ചാർജ്. അപ്പൊ ആനോഡിനെ നെഗറ്റീവ് സൈഡിലേക്ക് വേണം മഗ്നീഷ്യത്തിനെ കണക്ട് ചെയ്യാൻ, പോസിറ്റീവ് സൈഡിലേക്ക് വേണം നിക്കലിനെ കണക്ട് ചെയ്യാൻ. ഇത്രയും മതിയോ? ഇവിടെ ഇത്രയും പോരാ. ഇനി നമ്മൾ ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇലക്ട്രോൺ എങ്ങോട്ടാ മക്കളെ പോകുന്നത്? ഇലക്ട്രോൺസ് ഒഴുകുന്നത് ഇങ്ങനെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഒഴുകി പോകുന്നത് ഇവിടെ അല്ലെ. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് നമ്മുടെ ഇലക്ട്രോൺ ഒഴുകുന്നത്, മറന്നു പോരുത്. ഇലക്ട്രോണിന്റെ ഡയറക്ഷനും കൂടെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇവിടെ ഏതായിരിക്കും? ഇത് മഗ്നീഷ്യമാണ് ആനോഡ്, നിക്കലാണ് കാഥോഡ്. അപ്പൊ മഗ്നീഷ്യത്തിൽ നിന്ന് നിക്കലിലേക്കാണ് പോകുന്നത്. കറണ്ട് ഒഴുകുന്നത് എങ്ങോട്ടായിരിക്കും? നേരെ തിരിച്ച് നിക്കലിൽ നിന്ന് മഗ്നീഷ്യത്തിന്റെ അടുത്തേക്കായിരിക്കും കറണ്ട് ഒഴുകുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ഗാൽവനിക് സെൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മിസ് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ആപ്പിൽ അടിപൊളിയായിട്ട് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എൻഗെയിം ബാച്ച് തുടങ്ങാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി സമയം വൈകിക്കരുത്, കളിച്ച് നടക്കാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക.
നന്നായി തന്നെ പഠിച്ചു തുടങ്ങുക. ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഓടി മിസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പൊ പോവാൻ വരട്ടെ. നമ്മളൊരു ഗാൽവനിക് സെൽ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് കോപ്പറും സിൽവറും വെച്ചിട്ടാണ്. അപ്പൊ ഇവിടുത്തെ ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ് സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.